സ്ത്രീ സംരംഭകർക്കായി തിരുവനന്തപുരത്ത് പ്രദർശന വിപണന മേളയൊരുക്കി കേരള വനിതാ വികസന കോർപ്പറേഷൻ. സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടാണ് മേള. വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിജയത്തിലേക്ക് എത്തിക്കുന്നതിനുമായി പ്രോജക്ട് കൺസൾട്ടൻസിയും രൂപീകരിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് മാല കോർത്ത് ജീവിതം കൂട്ടിച്ചേർക്കുന്ന കാട്ടാക്കട സ്വദേശി ശാന്തിക്ക് മേള വലിയ സാധ്യതകളുടെ ഇടമാണ്. ശാന്തിയെപ്പോലെ ഒട്ടേറെ അമ്മമാർ സംരംഭകരുടെ വലിയ ലോകത്തിലാണിപ്പോൾ. ടെക്നോളജിയും ഭക്ഷ്യോൽപ്പന്നങ്ങളും കൃഷിയും കരകൗശല വസ്തുക്കളും കൈത്തറിയും ഫാഷനും ഇവിടെ പുതിയ സാധ്യത തുറക്കുന്നു. ഇതിനൊരു നോട്ടുണ്ട്. ആ നോട്ട് ബേസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇന്നത് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ തെറ്റുണ്ട് വരും. പിന്നെ അതിന് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ചെയ്യാൻ കഴിയും. വീടിനകത്തിരുന്ന് തന്നെ ആർക്കും ഒരു ശല്യമില്ലാതെ നമ്മുടേതായ സൗകര്യത്തിനനുസരിച്ച് ഒതുങ്ങിയിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി കൂടിയാണ്. വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിനുമായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന് വലിയ സ്വപ്നങ്ങളുമുണ്ട്. 1988 ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഏറ്റവും അവസാനം കൊടുത്തതിന് 340 കോടി രൂപ സ്വയം സംരംഭക ലോൺ കൊടുക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരു സംരംഭം ഉണ്ടാകുന്നതിന് മുമ്പ് അവർ എടുക്കേണ്ട കരുതലുകളെ പറ്റി ലൈസൻസിങ് ഉൾപ്പെടെയുള്ള നിയമപരമായ സഹായം കിട്ടാനും തുടങ്ങിക്കഴിഞ്ഞാൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് കൈത്താങ്ങാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്ട് കൺസൾട്ടൻസി വിങ് തുടങ്ങുന്നത്. സംരംഭത്തിന്റെ വിപണി സാധ്യത, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പാ സഹായം, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നടക്കം ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾ തുടങ്ങി സ്ത്രീ സംരംഭകർക്ക് ദിശാബോധം നൽകാൻ ഈ പ്രോജക്ട് കൺസൾട്ടൻസി വഴി സാധിക്കും. 3-ാം തീയതി വരെയാണ് പ്രദർശനമേള. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.